21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 13 ബുധനാഴ്ച അങ്ങാടിപ്പുറത്ത് നടക്കുന്ന സമരം ഫലം കണ്ടില്ലെങ്കിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലും ഗതാഗതം താളം തെറ്റിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത ബൈപ്പാസ് പദ്ധതി ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. പൊതുജനങ്ങളും വ്യാപാരികളും യാത്രക്കാരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭരിക്കുന്നവരും ജനപ്രതിനിധികളും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് വ്യാപാരികൾ ഉയർത്തുന്നത്. ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാനാവാത്ത വിധം കുരുക്കിലമരുകയാണ് ഇരട്ട നഗരങ്ങളായ അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയും. അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചും വ്യാപാരികൾ കുരുക്കഴിക്കാൻ ഒപ്പമുണ്ടെങ്കിലും ആവശ്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്ന പരാതിയുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ഓഗസ്റ്റ് 13 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിക്കുന്നത്. 13 തീയതി ബുധനാഴ്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണ മണ്ഡലവും മങ്കട മണ്ഡലവും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് ഇന്നലെയും തുടങ്ങിയതല്ല. ഏകദേശം 10-15 വർഷങ്ങളായി അവിടെ 2 പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ മിനി മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഈ അങ്ങാടിപ്പുറം നഗരവും പെരിന്തൽമണ്ണ നഗരവും ശാശ്വതമായി ഗതാഗതക്കുരുക്കിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ്. പക്ഷേ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും പരസ്പരം പഴിചാരി ഈ ഭാഗത്തുള്ള പൊതുജനങ്ങളെയും വ്യാപാരികളെയൊക്കെ അനുദിനം ഈ കുരുക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിലേക്കൊക്കെ ഇപ്പോൾ ഒരാൾക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഒരു സൂചനാ സമരം എന്നുള്ള നിലക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണയും മങ്കട മണ്ഡലത്തിലെയും വ്യാപാരികൾ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ മാർച്ചും അതോടുള്ള ധർണാ സമരവും ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക, ഹൈവേയിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക, ചാത്തോലിക്കുണ്ട് റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവർ പോലും ആ തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഗതാഗതത്തിലൂടെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ നഗരി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പെരിന്തൽമണ്ണ നഗരത്തിൽ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു കാർഡിയോ അറ്റാക്ക് പോലുള്ള പേഷ്യൻസിന് അടിയന്തരമായിട്ട് ചികിത്സ ലഭിക്കുന്ന ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ആവശ്യമേറിയ ഒരു ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് അത്തരം ഒരു അടിയന്തര അവസ്ഥയിൽ പോലും ഇവിടേക്ക് എത്താമെന്ന് ആലോചിച്ച് എത്തപ്പെടേണ്ട സാഹചര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ കൊണ്ട് കണക്ക് പ്രകാരം പറയുന്ന പല കേസുകളും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് മരണപ്പെടേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ അധികാരികളൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറി മാറി ഭരിച്ച ഇരു ഗവൺമെൻറ് ഇതിന് വേണ്ട രീതിയിൽ പരിഗണന നൽകിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളും കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കിക്കൊണ്ട് വലിയ പദ്ധതികളൊക്കെ കാണുമ്പോൾ ഈ റോഡ് വഴി സഞ്ചരിക്കാത്ത ഒരു നേതാക്കളും ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണോ ഇതിനെ മുഖം തിരിഞ്ഞുകൊണ്ട് ഇതിന് പരസ്പരം പഴിചാരിക്കൊണ്ട് ഞങ്ങളാകുമ്പോൾ ഇങ്ങനെയായിരുന്നു, മറ്റുള്ളവർ ഞങ്ങൾ വെച്ചാൽ ഇതിൻ്റെ തീരുമാനം ഇങ്ങനെയായിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു വേണ്ട വികസന പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ പ്രയാസമുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു, ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം, മങ്കട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട്, മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ, ഗഫൂർ, ജബ്ബാർ അങ്ങാടിപ്പുറം, ലത്തീഫ് ടാലന്റ്, PP സയ്യിദ് അലവി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.